ഗൈസ്, വെൽക്കം ടു കേട്ടൻസീന ഗെയിമിംഗ്. നമ്മൾ നിന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോർ സീരീസ് ആയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ഹാർഡ് കോർ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ദിവസം നമ്മൾ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വുഡ് എടുക്കാം, മരം വെട്ടാം. നമുക്ക് എന്നിട്ട് കുറച്ച് സ്റ്റോണിൻ്റെ ഒക്കെ ആക്കണം എന്നുണ്ട്. ബട്ട് അയ്യോ എൻ്റെ മോനെ, ഹാർഡ് കോറാന്നുള്ളൊരു വിചാരമില്ല എനിക്ക്. നമുക്കിനി പിന്നെയും മരം മുറിക്കണം. ഗൈസ്, ഇതെന്തുവാ ഞാൻ ആദ്യമായിട്ട് വന്നേ. കൊന്ന എന്ത് കിട്ടുന്നു, തിരിച്ചടിക്കും. ഇത് കണ്ടു ഗൈസ്, നമ്മൾ കറിയാൻ പറ്റും. ചവിട നീ ചാവുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോറേജ് ഇപ്പം ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എന്താ പോത്തെ മൊത്തത്തിൽ എന്തോ പോയി ഗൈസ്. അപ്പം നമുക്ക് ചെറുതായിട്ട് എന്തോ ഒന്ന് പറ്റിയിരുന്നു. ചാവുന്നില്ല. നമുക്കപ്പോൾ വില്ലേജ് തപ്പി പോകണം. നമ്മുടെ വില്ലേജ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. ഈറ്റ ബയോമിൽ കൂടുതലും പെട്ടെന്ന് വില്ലേജ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. എനിക്കിതിനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ടിഷു അടിക്കാൻ പറ്റില്ല. എനിക്കൊരു സാധനം വന്നിട്ടേ ഇപ്പോൾ തൂക്കും തെറ്റി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ബേസൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നതാണ്. വില്ലേജ് കിട്ടിയില്ലെങ്കിൽ വില്ലേജാണ് നമുക്ക് ഫസ്റ്റ് ഗോൾ. നമുക്ക് ആദ്യം വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭയങ്കര ലാഗാണ്. വില്ലേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സോഡും ഒരു പിക്കാക്സും ഉണ്ടാക്കാം. ഉണ്ടാക്കിയില്ലേ ഗൈസ്? പറ്റുന്നില്ല. ഭയങ്കര ലാഗ് ഗൈസ്. ടച്ച് നമ്മുടെ നമുക്ക് ഫുഡ് വേണം. പ്രധാനമായിട്ട് ഹാർഡ് കോറാണെന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നേരെ ചെന്നിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. അമ്മേ, എനിക്കിവിടെങ്കിൽ പോവാം. നമുക്ക് ആദ്യം ഒരു നല്ലൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് സെറ്റിൽ ആവാം. പിന്നെ നമുക്ക് സ്റ്റോൺ ഏജ്, പിന്നെ അയൺ ഏജ്, പിന്നെ നമ്മൾ ഡയമണ്ട്, പിന്നെ അങ്ങനെ നെതറൈറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. മൈൻക്രാഫ്റ്റിൽ ക്രിയേറ്റീവ് പോലും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. സത്യം പറയാൻ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇവരായിട്ടും. നമുക്ക് ഇപ്പോൾ പോയേനെ. നമുക്കപ്പം നേരെ വില്ലേജ് തപ്പി പോവാം. അപ്പം നമുക്കൊരു വില്ലേജ് കണ്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിനെക്കൊണ്ട് നമ്മൾ ഒരു മലേൻ്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ബേസ് സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആകെ ഒരു ബോളാണ് ഇതായിട്ടും കിട്ടിയത്. നമുക്ക് ഒരു ചിക്കനും ഉണ്ട്, കുറച്ച് മട്ടനും ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മളെ ചെറിയൊരു ബേസ് റെഡി. ഭയങ്കര ലാഗ്. ഇനി 1 മണിക്കൂർ കഴിയും. ഇങ്ങനെയാണ് നമ്മളിൽ മട്ടനുണ്ട്. Received Paytm
നമ്മളൊരു Received 99 rupees on Paytm. നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതോടെ വെച്ചു. ഇതിൽ നമുക്ക് സ്റ്റിക്ക് റെഡിയാക്കണം. ഒരു സ്റ്റിക്ക് അങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് 2 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വുഡ് എടുത്ത് അവിടെ വെക്കാം. മട്ടർ അങ്ങോട്ട് വെക്കാം. ഇത് ചെന്നിട്ട് കുറച്ച് വുഡ് എടുത്തിട്ട് വുഡ് മതിയായിരിക്കും. നമ്മൾ ഡോർ ഉണ്ടാക്കുകയാണ്. അതാവുമ്പോൾ നമുക്ക് രാവിലെ ആവുമ്പോൾ കാണാൻ പറ്റും. 3 ഡോർ ഉണ്ടാക്കുന്നു. 3 ഡോറൊന്നും വേണ്ടായിരുന്നു. ബാക്കിയുള്ള ഡോറൊന്നും ഉണ്ടാക്കിയേക്കാം. പെട്ടെന്ന് എന്നൊക്കെ എടുത്ത് ഡോറും വെക്കാം ഗൈസ്. You can open the door. Close the door. Close the door. Close. കുറച്ച് ഒരു കാര്യം ചെയ്യാമല്ലോ. നമുക്ക് ഇവിടെ ഒരു ഇത് വെക്കാം. ബാക്കി പ്ലാങ്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ബാക്കി പ്ലാങ്ക് എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെയും വെക്കാം. ഇവിടെയും വെക്കാം. 4 വേണ്ടി വരുമോ അറിയില്ല. നമുക്ക് ഡോറിൽ 2 കൂടി വേണം ഗൈസ്. ഇനി നമുക്ക് ഡേറ്റ് ഉണ്ടാവും. നമ്മളിൽ ഡേറ്റ് എടുത്ത് വെക്കാം. നമുക്ക് ഡേറ്റ് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിനി ഉണ്ടാക്കേണ്ട ഗൈസ് ഓൾറെഡി നമ്മളുണ്ട്. രണ്ട് ഡോറ് നമ്മളെ കൈ കെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെയും ഇട്ടാൽ നമുക്ക് കഴിഞ്ഞു. റെഡി. കുറേ നേരം നമുക്ക് നമ്മുടെ ഫുഡ് എടുക്കാം. ഫുഡ് നമുക്ക് തീരെയില്ല നമ്മളിൽ. നമുക്ക് ഇതിവിടെ വെക്കാം. ഇതും വെക്കാം. നമുക്കിനിയുള്ള നോക്കാം. ആ ക്രീപ്പർ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇനി നമുക്ക് അതും നമ്മളെ കുക്കായിട്ടുണ്ട്. നമുക്ക് നാളെ രാവിലെ ആയിട്ട് പുറത്തിറങ്ങി ഒരു വിലസും ഞാൻ ഇത് ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. എന്തിനാട്ടെ നമുക്ക് കുറച്ച് സ്ഥലം കൂടി മേടിക്കാം.
നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ബേസ് ആക്കിയാലോ. കോള് കിട്ടി നമുക്ക്. കുറെ കോള് നമുക്ക് നമുക്ക് കുറേ കോള് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ കോബിൾ സ്റ്റോൺ ഇതോടെ കണക്റ്റാം. ഓക്കെ, ഇനി നമുക്ക് കോൾ എടുക്കാം. ഈ കോളിന് പ്രത്യേകത ഇതുണ്ട്, രണ്ടിനും കളർ വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പോഴത്തെ കോൾ ഇങ്ങനെയായോ എന്നറിയില്ല. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. ഈ മേലുള്ളതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഇത് നമ്മൾ മൈൻഡ് ചെയ്താൽ നമുക്ക് ഒന്നാ കിട്ടുക, ഇത് മൈൻഡ് ചെയ്താൽ നമുക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടും. ഇതിപ്പോൾ പൊട്ടും, ഞാനിത് മൈൻഡ് ചെയ്യാം. ടീലേഴ്സ് പൊട്ടുകലേഴ്സ്. ഓ ഭയങ്കര ലാഗ്. രാവിലെ ആയിട്ടുണ്ട്. പൊട്ടി പോവാം. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എന്തോ തകരാറ് പോലെ ഉള്ളത് പോലെ ഇല്ലല്ലോ. അതന്നെ നമ്മൾ പെട്ടു. നമുക്കിനി സഞ്ചരിച്ചു പോകാം. നമ്മൾ ഇന്ന് തപ്പി നടക്കുന്നത് ഫസ്റ്റ് ഡേ. ഞാൻ ഒന്നും കൂടി വേറൊരു വേൾഡ് കളിക്കാൻ പോയി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വേറൊരു വേൾഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മളുടെ ഇനി മുതലുള്ള ഹാർഡ് കോറിൻ്റെ സീരീസ് ഉള്ളത്. ഇപ്പം തന്നെ നമ്മൾ അടുത്ത വേൾഡ് തുടങ്ങേണ്ടി വരും. നമുക്കപ്പം കുറച്ച് സഞ്ചരിക്കാം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ നേരെ ചെന്നിങ്ങനെ ചാവാൻ പോവും. നമുക്ക് ഇനി നേരെ ചെന്ന് ഇവിടേക്ക് വഴിയില്ല. ഊൻ്റെ ഗായ്സ് അയണൊക്കെ ഉണ്ട്. ഒന്നുമില്ല എവിടെ നിന്ന്. എന്തെങ്കിലും ക്രീപ്പറൊക്കെ പൊട്ടി ചാവാൻ വിചാരിക്കുമ്പം നേരോട്ട് വരും. അതേ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഓക്കെ, ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പറ്റുന്ന ആൾക്കാർക്ക് മൊത്തം ഷെയർ ചെയ്ത് 50 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരാൾക്ക് ഞാൻ ഗിവ് അവേ ചെയ്യും. പിന്നെ 100 ആവുമ്പോൾ ഞാൻ 5 ആൾക്കാർക്ക്, അങ്ങനെ കുറേ ആൾക്കാർക്ക് അങ്ങനെ കൊടുത്ത് പോകും. അപ്പോൾ നമ്മളെ ഇനി ഹാർഡ് കോറിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഗിവ് അവേന്ന് സമ്മാനം വാങ്ങുക. നിങ്ങൾ ഗിവ് അവേ കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യാൻ വേണ്ടുള്ളൂ. 50 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്താക്കുക. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. ഇപ്പം ഞാൻ വിന്നർ ആരാന്ന് ഞാൻ യൂട്യൂബിൽ കൂടെ പറഞ്ഞു തരാം. എന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.
അടുത്ത വീഡിയോയിൽ നമുക്ക് വ്ലോഗ് ഇടാം. വേണമെങ്കിൽ വ്ലോഗാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.